പലപ്പോഴും കാണുന്നത് BJPയും കോൺഗ്രസും തമ്മിലൊരു കൂട്ടാണല്ലോ. CPM-നെ പരാജയപ്പെടുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി അവർ തമ്മിൽ തയ്യാറാവുന്നുണ്ട്. പ്രത്യേകിച്ച് VD സതീശന് BJPയുടെയും RSSന്റെയും സ്വന്തം സുഹൃത്തും സ്വന്തം ബന്ധുവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ VD സതീശന്റെ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും കണ്ടാൽ തോന്നും ലോകത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നാണ് തോന്നുന്ന നിലയിലുള്ള പ്രസ്താവനയും വെല്ലുവിളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം VD സതീശൻ മനസ്സിലാക്കണം. പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 ടൈം മുഖ്യമന്ത്രിയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയാണ് മെമ്പറാണ്. ഇന്ത്യയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്, പിണറായി വിജയൻ ഒരു ചരിത്രമുണ്ട്. പിണറായി വിജയന്റെ ചരിത്രത്തോടൊപ്പം ഓടിയെത്തുവാൻ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നടക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് തമാശ പറയുമല്ലോ, തണ്ടിയും ആളും ഒക്കെ വേണം കളിക്കുമ്പോൾ, തമ്മിലൊരു തണ്ടി വേണമല്ലോ. അപ്പോൾ നിങ്ങളോട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന് ബഹുമാനം കിട്ടണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ബഹുമാനം വാങ്ങേണ്ടത്. അല്ലാതെ ഞാനാണ് എല്ലാറ്റിനും അതീതൻ, ഞാൻ ആരെയും വെല്ലുവിളിക്കും, ആരും എനിക്കൊരു പ്രശ്നമല്ല. അത് കോൺഗ്രസിനുള്ള സുധാകരനായിരുന്നാലും രമേശ് ചെന്നിത്തലയായിരുന്നാലും അതേപോലെ തന്നെ പിണറായി വിജയനായിരുന്നാലും എനിക്കൊരു പ്രശ്നമില്ല. എല്ലാം ഞാനാണെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് ചരിത്രം എഴുതുന്ന കാലഘട്ടം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.